ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയെ കിളിക്കൂടിന്റെ മുറ്റത്ത് സ്കൂട്ടർ പഠിപ്പിക്കുകയാണ് നികേഷ്. സുഭാഷും സുധീഷും ഭാസ്കരനുമെല്ലാം അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുന്ന സുഭാഷ് പറയുന്നു, നികേഷ് സൂക്ഷിച്ച്. ഗേറ്റിന്റെ അവിടെ വരെ പോയിട്ട് നിധി നികേഷിന്റെ ഒപ്പം തിരിച്ചു വരുമ്പോൾ സുഭാഷ് പറയുന്നു, മോള് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, സൂപ്പർ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് നിധി. ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്, സുധീഷും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഇനി തനിച്ചു പോട്ടോ. അപ്പൊ നിധി പറയുകയാണ്, തനിച്ചോ? എനിക്ക് പേടിയാടാ. അപ്പൊ നികേഷ് പറയുന്നു, പോയിട്ട് വാ ഏട്ടത്തി, ഇവിടേക്ക് ഒരു വണ്ടിയും വരില്ല, പതിയെ പോയി പതിയെ തിരിച്ചു വന്നാ മതി. മോളെ ധൈര്യമായിട്ട് പോയിട്ട് വന്ന സുഭാഷ് പറയുമ്പോൾ നിധി സ്കൂട്ടറിൽ ഗേറ്റിന്റെ അരികിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് നിധി സ്കൂട്ടർ നിർത്തുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി അത്രേ ഉള്ളൂ, ഇനി മുന്നോട്ട് വെക്കോ. നിധി ഭയത്തോടു കൂടി തിരിഞ്ഞു നോക്കുകയാണ്. ശരി, ഞാൻ വരാന്ന് പറഞ്ഞ നികേഷ് നിധിയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നികേഷ് നീ ഇവിടെ നിൽക്ക്, ഞാൻ പോകാം. അങ്ങനെ സുധീഷ് നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ഇങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പതിയെ പഠിച്ചോളാം, പ്ലീസ് സുധീഷ് ഒന്ന് പോ. ഇത് കേട്ട് വിഷമത്തോടു കൂടി സുധീഷ് നികേഷിന്റെ അരികിലേക്ക് പോകുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി സ്കൂട്ടറിൽ ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. പെട്ടെന്ന് സ്കൂട്ടർ നിർത്തുകയാണ് നിധി. ഭയത്തോടു കൂടി ഉറക്കെ ഏട്ടത്തിന്ന് വിളിക്കുകയാണ് നികേഷ്. സുഭാഷും സുധീഷും ഭാസ്കരനും എല്ലാം ഞെട്ടി അവരെ ശ്രദ്ധിക്കുന്നു. ഹരീഷ് പറയുന്നു, സോറി ഏട്ടത്തി, വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചോ? സുധീഷ് സമാധാനത്തോടു കൂടി നിൽക്കുന്നു. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി വയ്ക്കോ, ഞാൻ പിന്നാലെ വരാം. ശരി എന്ന് പറഞ്ഞ് നിധി സുഭാഷിന്റെ അരികിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ പിന്നാലെ വരികയാണ് ഹരീഷ്. നികേഷ് പറയുന്നു, ഏട്ടത്തി നന്നായി ഓടിച്ചു. ഹരീഷ് ഏട്ടാ, ഏട്ടത്തി ഹരീഷ് ഏട്ടനെക്കാട്ടിലും വേഗത്തിലാണല്ലോ വന്നത്. പുഞ്ചിരിച്ച ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഇപ്പം നന്നായി ഓടിക്കുന്നുണ്ട്, വണ്ടി ആടുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നിധി പറയുകയാണ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ് വരെ എല്ലാം ഓർമ്മയിലുണ്ട് ഹരീഷ്, വണ്ടി എടുത്താൽ ഉടനെ ഭയം വരും, ഓടിച്ചോടിച്ച് അത് ശീലമാകുമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അറിയാം സുഭാഷ് ഏട്ടാ, എന്നാലും കുറച്ച് ഭയമുണ്ട്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ട്, ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏട്ടത്തി വണ്ടി ഓടിക്കാൻ പഠിക്കും. താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതേപോലെ തന്നെയല്ലേ ഞാനും പഠിപ്പിച്ചത്. എല്ലാവരും പറയുന്നത് എന്ത് ക്ഷമയോടുകൂടിയാ കേൾക്കുന്നത്, എന്നോട് മാത്രം ദേഷ്യപ്പെടും. ഏട്ടത്തി ഒരു റൗണ്ടും കൂടി പോയിട്ട് വന്ന സുഭാഷ് പറയുമ്പോൾ പോയിട്ട് വന്ന എല്ലാവരും പറയുകയാണ്. ഹരീഷ് പറയുന്നു, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഓടിക്കണം. ശരി എന്ന് പറഞ്ഞ നിധി ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് അവിടേക്ക് വരികയാണ് ചാന്ദിനി. നിധി ചാന്ദിനിയെ കണ്ട് ഹായ് പറയുമ്പോൾ ചാന്ദിനിയും ഹായ് പറയുകയാണ്. നിധി പറയുന്നു, വാ അകത്തേക്ക് വാ. അങ്ങനെ നിധി സ്കൂട്ടറിൽ എല്ലാവരുടെ അരികിലേക്കും വരുമ്പോൾ പിന്നാലെ വരികയാണ് ചാന്ദിനി. എല്ലാവരും ചാന്ദിനിയെ ശ്രദ്ധിക്കുകയാണ്. സംശയത്തോടു കൂടി നോക്കുകയാണ് ഭാസ്കരനും ഹരീഷും നികേഷും. മോള് നന്നായിട്ട് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് നിധിയെ പുകഴ്ത്തുകയാണ്. പുഞ്ചിരിച്ച് ചാന്ദിനി അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, വാ ചാന്ദിനി, സുഖാണോ? നികേഷ്, ഇത് നമ്മുടെ അവിനാഷിന്റെ സഹോദരിയാ, പേര് ചാന്ദിനി, അതിന്റെ രണ്ടാമത്തെ അനുജൻ ഹരീഷ്, ഇത് ഏറ്റവും ഇളയാൾ നികേഷ്. ചാന്ദിനി എന്താ ഇവിടെ? അവിനാഷിന്റെ കൂടെ വന്നതാണെന്ന് ചാന്ദിനി ഹിന്ദിയിൽ പറയുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്താ പറഞ്ഞതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതൊന്നുമില്ലടാ നികേഷ്, അവിനാഷിന്റെ കൂടെ ബൈക്കിൽ വന്നതാ, സുഭാഷ് ഏട്ടന്റെ വീട് ഇവിടെ അടുത്താണെന്ന് അവിനാഷ് പറഞ്ഞു. ശരി, എങ്കിൽ പിന്നെ എന്നെ ഇവിടെ വിട്ടിട്ട് പോ, ഞാൻ സുഭാഷ് ഏട്ടന്റെ വീട്ടിലുണ്ടാകും, തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ മതിയെന്ന് പറഞ്ഞ് ചാന്ദിനി ഇങ്ങോട്ട് വന്നതാ. നികേഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? സുധീഷ് ഏട്ടൻ ഇത്രയും വലുതായിട്ടാണല്ലോ പറയുന്നത്, അവര് ചെറുതായിട്ടല്ലേ പറഞ്ഞത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നിനക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞു തന്നതാ. സുധീഷ് ഏട്ടന് ഹിന്ദി അറിയാമോന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചോട്ടാ മാലുണ്ടാ, നമ്മളെല്ലാവരും ഹിന്ദി പഠിച്ചിട്ടുള്ളതല്ലേ. ചിരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, വാ ചാന്ദിനി, അകത്തേക്ക് പോകാം, വാ മോളെ എന്ന് പറഞ്ഞ് നിധിയെയും കൂടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പിന്നാലെ പോവുകയാണ്. സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറിയിരിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പറയുകയാണ്, ചാന്ദിനിക്ക് അറിയാലോ, ഇതെന്റെ അനുജൻ സുധീഷ്, അന്ന് കണ്ടില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, എന്നെ എങ്ങനെ അറിയാതിരിക്കാനാ, നമ്മളന്ന് കണ്ടതല്ലേ. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, ഇത് ഹമാര ഫാദർ, നമസ്തേ എന്ന് പറഞ്ഞ് ഭാസ്കരന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ചാന്ദിനി. നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ചാന്ദിനിയെ അനുഗ്രഹിക്കുന്നു. അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ, ഇത് നമ്മുടെ അവിനാഷിന്റെ പെങ്ങളാ, നാട്ടിൽ നിന്ന് വന്നതാ. ഓ, മോക്ക് സുഖമാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛാ, ചാന്ദിനിക്ക് മലയാളം അറിയില്ല, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുകയാണ്, ഓ, നമ്മുടെ ലാംഗ്വേജ് ആണോ? അങ്ങനെ ഭാസ്കരൻ ഹിന്ദിയിൽ ചാന്ദിനിയോട് സംസാരിക്കുകയാണ്. ചാന്ദിനിയും സന്തോഷത്തോടു കൂടി ഹിന്ദിയിൽ ഭാസ്കരനോട് സംസാരിക്കുന്നു. ഇത് കണ്ട് കണ്ണു തള്ളി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. നിധി ചാന്ദിനി കുടിക്കാൻ വെള്ളവുമായി അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുകയാണ്, സംസാരിച്ചുകൊണ്ടിരുന്ന് വെള്ളം കൊടുക്കാൻ പോലും മറന്നുപോയി. അപ്പൊ നിധി പറയുന്നു, അത് സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാനില്ല ഇവിടെ. ചുറ്റും നോക്കി ചാന്ദിനി പറയുന്നു, ഗർ ബഹുത് അച്ഛാ ഹെ. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഈ വീട് വളരെ നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. നികേഷ് ചോദിക്കുന്നു, ഈ വീടാണോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്? നമ്മുടെ വീട് കണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ആദ്യത്തെ ആള് ചാന്ദിനിയാ. ഇത് ചെറിയ വീടല്ലേ, ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ ചെറിയ വീടുകളാ ഉള്ളതെന്ന് ചാന്ദിനി പറയുകയാണ്. സുധീഷ് അറിയാവുന്ന രീതിയിലൊക്കെ ഹിന്ദിയിൽ സംസാരിക്കുകയാണ്. ചാന്ദിനിയും സന്തോഷത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുമ്പോൾ
എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, ചാന്ദിനി, ഞാൻ ചാന്ദിനിക്കും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി. ശരിയെന്ന് ചാന്ദിനി പറയുമ്പോൾ ഞാനും സുഭാഷിനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിധിയും സുഭാഷിന്റെ ഒപ്പം അടുക്കളയിലേക്ക് പോവുകയാണ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയും ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. നികേഷും ഹരീഷും ടെൻഷനോടുകൂടി ചാന്ദിനിയോട് സംസാരിക്കുകയാണ്. ചാന്ദിനിയുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണ്ട, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ, ഞാൻ ചാന്ദിനിക്ക് മലയാളം പഠിപ്പിച്ചു തരാം, ഐ വിൽ ടീച്ച് മലയാളം. അങ്ങനെ ചാന്ദിനിയെ മലയാളം പഠിപ്പിക്കാനായി ശ്രമിക്കുകയാണ് നികേഷ്. ഒപ്പം ഹരീഷും ഉണ്ട്. തുടർന്ന് പുറത്തിരിക്കുന്ന ഭാസ്കരനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നികേഷ് പറയുകയാണ്, പുറത്തിരിക്കുന്ന വില്ലൻ ഫാദർ, അച്ഛന്റെ ചാന്ദിനി പറയുമ്പോൾ നികേഷ് ചോദിക്കണ, അച്ഛന് സുഖമാണോ എന്ന് ചോദിക്കണമെന്ന് ചാന്ദിനി മൂളുമ്പോൾ നികേഷ് പറയുകയാണ്, ഇപ്പൊ പറഞ്ഞു തരാം അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാ. ഇത് കേട്ട് പഠിക്കുകയാണ് ചാന്ദിനി. എടാ വേണ്ടടാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടൻ ഒന്നും മിണ്ടാതിരിക്കും. അപ്പൊ ചാന്ദിനി പറയുകയാണ്, അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, സൂപ്പർ ചാന്ദിനി, പെട്ടെന്ന് പഠിച്ചല്ലോ. തുടർന്ന് ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന ചാന്ദിനി പറയുന്നു, അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാ. മറങ്ങി നിന്ന് നികേഷും ഹരീഷും അവരെ നോക്കുകയാണ്. ഭാസ്കരൻ സംശയത്തോടു കൂടി ചാന്ദിനിയെ നോക്കുമ്പോൾ ചാന്ദിനി വീണ്ടും പറയുകയാണ്, അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാ. ഇത് കേട്ട് ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഭാസ്കരൻ. പുഞ്ചിരിച്ച് ചാന്ദിനി പറയുന്നു, അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാ. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, ആരോടാ നീ സംസാരിക്കുന്നതെന്നറിയോ? അപ്പൊ നിനക്ക് മലയാളം അറിയാല്ലേ? വിളക്കെണ്ണ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണം. ഞാൻ ആരാണെന്ന് അറിയുമോ? ഭാസ്കരനാ. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? അങ്ങനെ ഭാസ്കരൻ ചാന്ദിനിയോട് ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് നികേഷ്. ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുന്നു. ബഹളം കേട്ട് അവിടെ കൂടി വരികയാണ് സുഭാഷും നിധിയും. എന്താ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, നികേഷ് ചാന്ദിനിയെ മലയാളം പഠിപ്പിച്ചതാ. അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാണെന്ന് പറയാനായി നികേഷ് ചാന്ദിനിയെ പറഞ്ഞു വിട്ടു. ഇത് കേട്ട് ഞെട്ടി സുഭാഷ് ചോദിക്കണ, എടാ നിനക്ക് വെറുതെ ഇരുന്നൂടെടാ. പാവം ചാന്ദിനി വീണ്ടും, അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാണെന്ന് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, നീ വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആരാടി നിനക്കിത് പറഞ്ഞെന്ന്? ഇത് കേട്ട് ചിരിക്കുകയാണ് ഹരീഷും നികേഷും. അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാണെന്ന് വീണ്ടും ചാന്ദിനി പറയുമ്പോൾ കൈകൂപ്പി ഭാസ്കരൻ പറയുകയാണ്, മോളെ മതി, നീ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് ഭാസ്കരൻ ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട് ചാന്ദിനി സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് നിധിയെയും കൂട്ടി റോഡിലേക്ക് വന്ന നികേഷ് നിധിയെ സ്കൂട്ടർ പഠിപ്പിക്കുകയാണ്. ബൈക്കിൽ അവിടേക്ക് വന്ന ഹരീഷും അവരുടെ ഒപ്പം കൂടുന്നു. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് വളരെ എളുപ്പമാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല, നല്ല ബുദ്ധിമുട്ടാ. ഗ്രൗണ്ടിൽ നന്നായിട്ട് ഓടിച്ചതാ, പക്ഷെ റോഡിൽ പറ്റുന്നില്ല. എതിരെ വരുന്ന വണ്ടികളെല്ലാം എന്നെ ഇടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഓടിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, വണ്ടി ഇങ്ങനെ ആട്ടി ഓടിക്കാതെ. എന്ത് നടന്നാലും ഏട്ടത്തി ഇങ്ങനെ വെട്ടിക്കരുത്, ആദ്യം നേരെ ഇരിക്കും. ഏട്ടത്തി റോഡിൽ കൂടെ പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടികളെ കണ്ട് പേടിക്കണ്ട, അവരുടെ വഴിക്ക് പോയിക്കോളൂ. അവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. അപ്പൊ നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തിക്കാണ് വണ്ടി ഓടിക്കാൻ അറിയാത്തത്, അവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. നിധി ചോദിക്കുന്നു, ഒരുപക്ഷെ അവർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും ഏട്ടത്തിയുടെ കൂടെ ഇല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ ഇവിടെ നിന്ന് അവിടെ വരെ പോ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, ഒരു കാല് മാത്രം താഴെ വെച്ച് വണ്ടി തിരിച്ച് ഇവിടെ കൊണ്ടുവരണം, ഓക്കെ എന്ന് പറഞ്ഞ് നിധി സ്കൂട്ടറിൽ മുന്നോട്ട് പോവുകയാണ്. ഹരീഷും പിന്നാലെ പോകുന്നു. ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താടാ രണ്ടുപേരും കൂടി ചേർന്ന് ട്രെയിനിങ് കൊടുക്കുകയാണോ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ അവിടെ വരെ ഓടിച്ചിട്ടാ വന്നത്, ഞാൻ തനിച്ചാ പോയത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഇപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്? ഞാനായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം വണ്ടി എടുത്തോണ്ട് ഓഫീസിലേക്ക് പോയേനെ. കൊച്ചു കുട്ടികളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് പോലെയാണ് ഇവര് പഠിപ്പിക്കുന്നത്. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഏട്ടത്തിയെ തള്ളിയിട്ടത് ഞാനും കണ്ടായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിധിയെ പഠിപ്പിച്ചോളാം. ഇത് കേട്ട് നിധി പറയണ, അയ്യോ വേണ്ട, അവര് പഠിപ്പിച്ചാ മതി. ഞാൻ പഠിപ്പിച്ചാൽ എന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വേണ്ട. അപ്പൊ സുധീഷ് പറയണ, ഹരീഷിനൊക്കെ ഒരുപാട് ജോലി ഉള്ളതാ. അപ്പൊ നിധി പറയുന്നു, അത് കുഴപ്പമില്ല, നികേഷ് ഉണ്ടല്ലോ, ഞാൻ പതിയെ പഠിച്ചോളാം. സുധീഷ് പോ. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ നിധി എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ശരി, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിധി ഓടിക്കും. ഇത് കേട്ട് നിധി സ്കൂട്ടറിൽ മുന്നോട്ട് പോകുമ്പോൾ സുധീഷ് ആകാംക്ഷയോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്, വണ്ടിക്ക് എന്തൊരാട്ടോ, ഇങ്ങനാണോ ഇവര് പഠിപ്പിച്ചത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് വരുന്നതിന് മുമ്പേ ഞാൻ നന്നായിട്ട് ഓടിച്ചോണ്ടിരുന്നത്, സുധീഷ് വന്നതിന് ശേഷം വണ്ടി ആടുന്നത്. സുധീഷ് പോ, ഞാൻ പഠിച്ചോളാം. എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, അവര് പഠിപ്പിച്ചാലേ ശരിയാകും, ഞാൻ പഠിപ്പിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ നാണോ ഇല്ലാതെ പിന്നാലെ പോകുന്നതാ പ്രശ്നം, എന്നെ പറഞ്ഞാ മതി. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ഏട്ടൻ നന്നായി പഠിപ്പിച്ചേനെ. അപ്പൊ നിധി പറയാ, വേണ്ട, സുധീഷിനെ ഒരുപാട് കളിയാക്കും, ഇപ്പൊ തന്നെ കണ്ടില്ലേ, കളിയാക്കി എന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കും. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തിക്ക് വണ്ടി വാങ്ങണമെന്ന് പറഞ്ഞതേ സുധീഷ് ഏട്ടനാ, വണ്ടി വന്നോന്ന് എന്നോട് ദിവസവും ചോദിക്കുമായിരുന്നു. ഏട്ടത്തി ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് കാണാൻ സുധീഷ് ഏട്ടന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത് കേട്ട് നിധി പറയണ, അതൊക്കെ എനിക്കറിയാം, സുധീഷ് എനിക്ക് വണ്ടി വാങ്ങിച്ചു തന്നതൊക്കെ എനിക്ക് വലിയ സന്തോഷമായി. പാവം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നാവ് ശരിയല്ല, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി ഉടനെ അത് വെച്ച് കളിയാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഞാൻ നന്നായി ഓടിച്ചതല്ലേ, സുധീഷിനെ കണ്ട ഉടനെ ഞാൻ ഓടിക്കാൻ തന്നെ മറന്നുപോയി, അതുകൊണ്ടാ സുധീഷ്
സുധീഷിനോട് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സുധീഷിനോട് ദേഷ്യമൊന്നുമില്ല, എനിക്ക് സുധീഷിനെ മനസ്സിലാകും. അപ്പൊ നികേഷ് പറയണേ, ഏട്ടത്തി നന്നായി ഓടിക്കാൻ പഠിച്ചിട്ട് സുധീഷ് ഏട്ടന്റെ മുന്നിൽ പോയി ഓടിച്ചു കാണിക്കും. തുടർന്ന് സുധീഷ് ട്രാവൽസിലേക്ക് വരികയാണ്. ട്രാവൽസിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി പറയുന്നു, എന്താ സുധീഷ് ഇങ്ങോട്ടൊക്കെ? കുറച്ചു നാളത്തേക്ക് സുധീഷിന് ഇവിടെ ജോലിയില്ലല്ലോ. ജോലിയില്ലെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേ സുധീഷ് നന്നായി വണ്ടി ഓടിക്കാതെ ഒരാളെ ഇടിച്ചു. പോലീസ് വാൺ ചെയ്ത് ഒരു മാസം വണ്ടി ഓടിക്കാതിരിക്കാനായി ലൈസൻസ് വാങ്ങിച്ചു വെച്ചിരിക്കുക. ശരി, എന്താ സുധീഷ് ഇങ്ങോട്ട് വന്നത്? വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണേ, ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസാ, വണ്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരും. തോമസ് ഏട്ടനെ കാണാൻ വന്നു. തുടർന്ന് തോമസ് ഏട്ടൻ ഡ്രൈവർമാരോടെല്ലാം എങ്ങോട്ട് പോകണ്ടേന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, തോമസ് ഏട്ടാ കുറച്ച് ഓവർ ആവുന്നുണ്ട്, എന്നെ ഒഴിവാക്കുന്നല്ലോ. അപ്പൊ തോമസ് ഏട്ടൻ പറയണ, നീ കണ്ടോണ്ട് വെക്കുകയല്ലായിരുന്നോ? നല്ല തിരക്കായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, ഇന്നലെ വരെ ഞാനും ബിസി ആയിരുന്നു, ഇന്ന് എനിക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. അതൊന്നും ഇല്ലടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ കുറച്ച് അങ്ങോട്ടേക്ക് മാറി എന്ന ഫോണിൽ സംസാരിക്കുമ്പോൾ അവിടേക്ക് വന്ന 1-2 ഡ്രൈവർമാർ പോലീസുകാരെ ലൈസൻസ് പിടിച്ചു വെച്ച കാര്യം സുധീഷിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് അരികിലേക്ക് വന്ന തോമസ് ഏട്ടനോട് സുധീഷ് പറയണ, തോമസ് ഏട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു, എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാടാ? ലൈസൻസ് ഇല്ലാതെ നീ എങ്ങനെ വണ്ടി ഓടിക്കുക? ഒരു മാസം നീ ഒന്ന് ക്ഷമിക്ക്. ഈ സമയം അവിടേക്ക് വന്ന ഒരു ഡ്രൈവറിനോട് ഒരു കസ്റ്റമറിനെ പിക്ക് ചെയ്യുന്ന കാര്യം പറയുകയാണ് തോമസ് ഏട്ടൻ. സുധീഷ് ഓടിക്കുന്ന വണ്ടി എടുത്തോണ്ട് പോകാനായി ആ ഡ്രൈവറിനോട് തോമസ് ഏട്ടൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ അത് ഞാൻ ഓടിക്കുന്ന വണ്ടിയാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. ശരി എന്ന് പറഞ്ഞ ആ ഡ്രൈവർ അവിടെ നിന്ന് പോകുമ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ്, എന്താണ് നിന്റെ വണ്ടി എന്നൊക്കെ പറയുന്നത്? അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്ന വണ്ടിയാ. അപ്പൊ സുധീഷ് പറയുന്നു, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞാൻ ഓടിക്കുന്ന വണ്ടിയല്ലേ. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, 1-2 ദിവസമാണെങ്കിൽ നിന്റെ വണ്ടി കൊടുക്കാതിരിക്കാം, ഇത് ഒരു മാസം ആ വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു, അപ്പോ ലൈസൻസ് കിട്ടുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? തോമസ് ഏട്ടൻ പറയുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരോട് കാണിക്കുന്നതിലും കൂടുതൽ അടുപ്പം നിന്നോട് കാണിക്കുന്നെന്നും നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നുവെന്നും പറയുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. നീ കള്ളത്തരം കൊണ്ട് വന്നാൽ അവര് തന്നെ പോലീസിൽ വിളിച്ചറിയിക്കും, അതോടെ എനിക്ക് പണിയാകും. അതുകൊണ്ട് നീ ഒരു മാസം കഴിഞ്ഞു വാ. ഇത് കേട്ട് സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്